ഒരുപാട് പേര് വരും അല്ലേ മോളെ? പിന്നല്ലാതെ സാറൊരു ബർത്ത്ഡേക്ക് വിളിച്ചാല് ആരെങ്കിലും വരാതിരിക്കോ? ഓ, അടുപ്പിച്ചിങ്ങനെ 3-4 ഫംഗ്ഷൻ നടക്കട്ടെ മോളെ. അതെന്തിനാ? കാര്യമുണ്ട്. ഏത് ഫംഗ്ഷൻ വന്നാലും സൂര്യ സാറിന്റെ ഒരു പ്രധാന ഐറ്റം ഉണ്ട്. ആൾക്കാരെ വിളിക്കുക, മോളെ പരിചയപ്പെടുത്തുക. സംഗതി പത്മ മേഡത്തിനെ ദേഷ്യപ്പെടുത്താണ്, എന്നാലും എല്ലാരും അറിയുമല്ലോ. ഇന്നിപ്പോ ആൾക്കാർ വരുമ്പോ സാർ എന്താ ചെയ്യുക? ഇത് പണ്ട് കണ്ടതുപോലെ ഒരു ചെറിയ കക്ഷിയല്ല, എന്റെ കമ്പനിയിലെ ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്താൻ പോകുന്നേ. എന്നെന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? പറഞ്ഞോട്ടെ മോളെ, സൂര്യ സാറല്ലേ പറയുന്നേ. നന്ദിനി, നന്ദിനി. എന്താ മാഡം? എന്റെ മുറിയിൽ കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്, അതൊന്ന് അയൺ ചെയ്ത് വെക്കണം. ആ ചെയ്യാം മാഡം. ഇന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് രാത്രി തന്നെ ചെയ്യാം. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ചെയ്താൽ പോരാ, ഫംഗ്ഷന് മുൻപ് ചെയ്യണം. അല്ല, ഇവിടെ ഈ ജോലിയൊക്കെ കഴിയുമ്പോ നിന്നോട് ഈ ജോലിയൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞേ? അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവര് വേറെ ഇല്ലേ? അവര് ചെയ്തോളൂ. തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ചെയ്. നന്ദിനി, അയൺ ചെയ്യാൻ ഇടുമ്പോഴേ എൻ്റെ ഒരു വെള്ള ഷർട്ട് ഉണ്ടോ നോക്കണം. ഒരു ലിനൻ ടൈപ്പാ. എന്നിട്ട് അതവിടെ ഇല്ലെങ്കിൽ എൻ്റെ ഷെൽഫ് മുഴുവൻ ഒന്ന് തിരഞ്ഞാൽ കിട്ടും. മുഷിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊന്ന് കഴുകിയിട്ടേക്കണം. ശരി സർ. എന്നാ നീ പെട്ടെന്ന് ചെല്ല്. നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? നന്ദിനി കൂടെ ഉണ്ടെങ്കിലേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റൂ. മര്യാദക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. സാറേ, സാറിനിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സാറേ? അടുത്തൊരു പണി കിട്ടുന്നവരെ കുറച്ചൊക്കെ അങ്ങ് അഹങ്കരിക്കാം അല്ലേ സാറേ? പേടിപ്പിക്കാതെ പോടാ. ഇങ്ങനെ ജാട കാണിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ്ട് ഇതുപോലെ മാല ഇടേണ്ടി വരും. വിജയേട്ടാ, അയാളെ സൂക്ഷിക്കണ്ടേ, ആ രാജുവിനെ. ഊറ്റിക്കൊടുക്കാൻ അയാൾ മിടുക്കനാ. അയാളെ എന്നേ മുൻപേ പറഞ്ഞു വിടേണ്ടതാ. മമ്മിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്താ? അവനല്ല, അവളാ. അത് നിങ്ങൾ ആരും മറക്കണ്ട. എന്റെ ദേവി, ഇതെപ്പ കഴിയാനാ?